എഴുത്തുകാർക്ക് ശരിക്കും വട്ടുണ്ട്, ഒരു ലേശം വട്ട് ഉണ്ട് എന്ന് വേണം കരുതാൻ. സമൂഹത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നവരാണ് എഴുത്തുകാർ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പോൾ ഇതിവിടെ പറയാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അടുത്തിടയ്ക്ക് വായിച്ച ഒരു കഥാസമാഹാരമുണ്ട്, ശ്രീ ഷിബു തിരുവഴിയുടെ മൂന്നാമത്തെ ജാരം എന്ന് പറഞ്ഞ കഥാസമാഹാരം. അതിനകത്ത് ഒരു കഥയാണ് എന്നെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ആ കഥയുടെ പേരും പ്രാന്ത് എന്ന് തന്നെയാണ്. ഇതുപോലെ ഒരു 15ഓളം കഥകൾ ഷിബു തിരുവഴ ആ കഥാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തങ്ങളായ കഥകൾ. അത് എല്ലാം ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് പങ്കുവെക്കുന്നത്, വായനയുടെ ഒരു പുതിയ അനുഭവം. മൂന്നാമത്തെ ജാരം എന്ന് പറഞ്ഞ ആ കഥാസമാഹാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് അതിന്റെ കഥാകൃത്തായ ശ്രീ PS ഷിബു തിരുവഴിയെ കുറിച്ച് 2 വാക്ക്. PS ഷിബു തിരുവിഴ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് തിരുവിഴ എന്ന ഗ്രാമത്തിൽ ജനനം. സുരേന്ദ്രന്റെയും മഹളാമണിയുടെയും മകനായിട്ട് 1982 ഷിബുവിന്റെ ജനനം. നന്ന ചെറുപ്പത്തിൽ തന്നെ കഥകൾ എഴുതി തുടങ്ങി. ആ കഥകളാകട്ടെ ആകാശവാണി, നവമാധ്യമങ്ങൾ, അതുപോലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയെല്ലാം വെളിച്ചം കാണുകയും ചെയ്തു. കഥയ്ക്ക് പുറമെ ഒട്ടനവധി ചെറിയ ഷോർട്ട് ഫിലിമുകൾക്കെല്ലാം അദ്ദേഹം തിരക്കഥ തയ്യാറാക്കിയിട്ടുമുണ്ട്. ഭാര്യ ഗീതുവിനും മകൻ ഗൗരിശങ്കറിനുമൊപ്പം തിരുവിഴയിൽ കഴിയുന്ന ഷിബു PS തിരുവിഴ. വളരെ നല്ലൊരു സാഹിത്യ ഭാവി അദ്ദേഹത്തിന് ആശംസിക്കാം. ഒപ്പം അദ്ദേഹം ചേർത്തല സർഗം കലാസാഹിത്യ വേദിയുടെ സെക്രട്ടറി കൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഷിബു തിരുവഴിയുടെ മൂന്നാമത്തെ ജാരം എന്ന കഥയിലേക്ക് കടക്കാം. മൂന്നാമത്തെ ജാരം ഏകദേശം 15ഓളം വരുന്ന കഥകളുടെ കഥാ സമാഹാരമാണ്. ഈ കഥകളിലൂടെയെല്ലാം വായിച്ച് നമ്മൾ മുന്നേറുമ്പോൾ അതിന്റെ ചില ഘട്ടങ്ങളിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കഥാകൃത്തിന്റെ കഥകളെല്ലാം നന്നേ ചെറുതാണ്, വായനയെ കൊല്ലാത്തവ, അല്ലെങ്കിൽ വായിച്ച് മുഷിയാത്തവ. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഭാഷ. കഥകളിലെ അങ്ങെല്ലാം അദ്ദേഹത്തിന്റെ ചേർത്തലയുടെ തനതായ ചില ഭാഷ, ചില പ്രയോഗങ്ങൾ എല്ലാം അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. മൂന്നാമത്തെ ജാരനിലെ എല്ലാ കഥകളും പറഞ്ഞു പോകുവാൻ നമുക്ക് സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഗഗനചാരി എന്ന ഒരു കഥ മാത്രം അതിന്റെ പുറമേ നിന്ന് നോക്കിക്കണ്ട് അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഗഗനചാരിയിലെ കേന്ദ്ര കഥാപാത്രമുണ്ട് ഒരു അമ്മിണിക്കുട്ടി. ഇതിനകത്ത് ഈ കഥയുടെ ഒരു സൃഷ്ടിയിൽ, ഈ കഥയുടെ ഒരു രചനാ രീതിയിൽ കഥാകൃത്ത് അവലംബിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ് ഈ കഥ എന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. മാജിക്കൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ എങ്ങനെയൊക്കെയോ ഇതിനകത്ത് കഥാകൃത്ത് മിങ്കിൾ ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂട്ടിക്കലർത്തുന്നുണ്ട്. ഇത് തുടക്കത്തിൽ നമുക്ക് വായനക്കാർക്ക് എങ്ങനെയാണ് ഇത് ശരിയാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റിയലായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ കരുതും, വായനക്കാർ കരുതും. പക്ഷെ ആ കഥയുടെ അവസാനത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില വൈകൃതമായ അല്ലെങ്കിൽ ചില വികലമായിട്ടുള്ള സ്വഭാവ ദൂഷ്യമുള്ള ചിലരിലേക്കെല്ലാം ഈ കഥ പോകുന്നുണ്ട്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ അമ്മിണിക്കുട്ടി തന്റെ ഹോസ്റ്റൽ മുറിയിൽ സകല ആഡംബരങ്ങളുടെയും നടുക്ക് ഇരിക്കുമ്പോൾ അമ്മിണിക്കുട്ടിയുടെ നാട്ടിലെ തറവാടിനെ കുറിച്ചും തറവാട് കുളത്തെക്കുറിച്ചും അതിന്റെ അടുത്തായിട്ടുണ്ടായിരുന്ന പാലമരത്തെക്കുറിച്ചും ഒടുവിൽ പാലമരം വെട്ടി ആ കുളം നിരത്തുകയും ആ കുളത്തിന്റെ സൈഡിലായിട്ട് അന്ന് കുളമുണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു കുളിമുറി പണിയുകയൊക്കെ ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നീട് അമ്മിണിക്കുട്ടി നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മിണിക്കുട്ടിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അമ്മിണിക്കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഒരു ഗന്ധർവനുണ്ട്. എന്നാൽ ആ ഗന്ധർവൻ പത്മരാജന്റെ കഥകളിലെ ഗന്ധർവനെ പോലെ ജീൻസ് ഇടുകയോ വെറ്റില ചവയ്ക്കുകയോ തമ്പുരു മീട്ടുകയോ ഒന്നും ചെയ്തതെന്ന് അമ്മിണിക്കുട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സകല സമയത്തും ഗന്ധർവനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളുമായിട്ടിരിക്കുന്ന അമ്മിണിക്കുട്ടിയുടെ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അരണ്ട വെളിച്ചത്തില് ഒരു മനുഷ്യൻ, ഒരു അദൃശ്യ രൂപം ആ കുളിമുറിയുടെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അമ്മിണിക്കുട്ടി ഒന്നും കൂടെ തുറച്ചു നോക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന്. അപ്പോൾ അമ്മിണിക്കുട്ടി വിചാരിക്കുന്നുണ്ട് ഗന്ധർവന്മാരെ ഇതേപോലെ
ട്രൗസർ അല്ലെങ്കിൽ ബർമുട അതേപോലെ വസ്ത്രമൊന്നും ധരിക്കുകയല്ലോ, പിന്നെ ഇത് ആരാണ്? എങ്കിൽ തന്നെയും അമ്മിണിക്കുട്ടി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇത് എൻ്റെ ഗന്ധർവൻ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ അരണ്ട വെളിച്ചത്തില് ആ അപരിചിതൻ അഴയിൽ കിടക്കുന്ന അമ്മിണിക്കുട്ടിയുടെ ഏട്ടത്തിയുടെ ഒരു ജോഡി ഡ്രസ്സും എടുത്തുകൊണ്ട് അടുത്തുള്ള കുളിമുറിയിലേക്ക് കയറി പോകുന്നതാണ് കാണുന്നത്. പിറ്റേന്ന് ജിജ്ഞാസയോടുകൂടി അമ്മിണിക്കുട്ടി ഓടി രാവിലെ കുളിമുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ആ ബക്കറ്റില് നനച്ച് ഉതിർത്തിട്ടിരിക്കുന്ന ഒരു ജോഡി ഡ്രസ്സ് മാത്രം, ഏട്ടത്തിയുടെ ഡ്രസ്സ് മാത്രമാണ് അമ്മിണിക്കുട്ടി കാണുന്നത്. അപ്പൊ അമ്മിണിക്കുട്ടി വിചാരിക്കുന്നുണ്ട് ആ ഗന്ധർവൻ ചിലപ്പോൾ ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് പോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അമ്മിണിക്കുട്ടിയിലേക്ക് ഈ അപരിചിതൻ ഒരു ഗന്ധർവനെ പോലെ എപ്പോഴും കാണണം, അല്ലെങ്കിൽ ഒരു ഗന്ധർവനാണെന്ന് അമ്മിണിക്കുട്ടിയിൽ തന്നെ ഒരു റിയലായിട്ട് ഒരു ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എന്നും അമ്മിണിക്കുട്ടി ആ ഒരേ സമയത്ത് എന്നും കാണുന്ന അതേ സമയത്ത് അമ്മിണിക്കുട്ടിയുടെ മുറിയിൽ നിന്ന് നോക്കിയിരിക്കും ആ അപരിചിത രൂപത്തിനെ. അങ്ങനെ എന്നും ആ ഒരേ സമയത്ത് തന്നെ അദ്ദേഹം വരികയും ചെയ്യുന്നു. ഈ അഴയിൽ കിടക്കുന്ന തുണിയെ എടുത്തുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് ഈ കുളിമുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ മനഃപൂർവ്വം അമ്മിണിക്കുട്ടിയുടെ ഒരു ജോഡി ഡ്രസ്സെല്ലാം ആ അഴയിൽ കൊണ്ടിടാൻ വേണ്ടി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതെല്ലാം കഥാകൃത്ത് വളരെ വ്യക്തമായി തന്നെ വളരെ ചിട്ടയായി തന്നെ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഈ കഥയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു ജോഡി ഡ്രസ്സ് അമ്മിണിക്കുട്ടി കൊണ്ടുപോയി നമ്മുടെ അഴയിലിടുന്നു. അതിനുശേഷം ഈ അപരിചിതൻ വരികയും ഈ ഒരു ജോഡി ഡ്രസ്സ് എടുത്തു കൊണ്ടുപോയിട്ട് പിന്നീട് കുളിമുറിയിൽ കയറി കഥ അടയ്ക്കുന്നുമുണ്ട്. പിന്നീട് അവൾ കണ്ട ആ ഗന്ധർവ രൂപത്തിന് തൊട്ടടുത്തുള്ള ഏതോ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഒരു ഫീൽഡ് ഓഫീസറുടെ രൂപമായിരുന്നു. അതിനുശേഷം അവൾ മനസ്സിലാക്കുന്നുണ്ട് തന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്തായിട്ട് അദ്ദേഹം വാടകയ്ക്ക് തൊഴിലിന്റെ സൗകര്യാർത്ഥം ജീവിക്കുകയാണ് എന്നത്. അതിനുശേഷം അവളുടെ മോഹങ്ങളോടൊപ്പം അവനോടൊപ്പമുള്ള നിമിഷങ്ങളെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വളരുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹം അവൾക്ക് ഭർത്താവായിട്ട് തീരുകയാണ്. അങ്ങനെ അവരുടെ ആദ്യ രാത്രി കടന്നു വരുന്നു. വളരെ സന്തോഷവതിയായിട്ട് ഉല്ലാസവതിയായിട്ട് തൻ്റെ ബെഡിൽ അമ്മിണിക്കുട്ടി ഇരിക്കുന്നു. ആ സമയത്ത് വെള്ളമുണ്ടും വെള്ള ജുബയും ഒക്കെ എടുത്ത് ചുണ്ടിൽ മന്ദഹസിക്കുന്ന ചിരിയുമായിട്ട് അവൾ കടന്നു വരുന്നുണ്ട്. വളരെ വികാരവതിയായിട്ട് അവൾ എഴുന്നേൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം അവളെ ആ ബെഡിൽ തന്നെ ഇരുത്തുകയും ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിന് ശേഷം ബെഡ് ലാമ്പ് അണഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് തൊട്ട് അടുത്തുണ്ടായിരുന്ന ഹാങ്ങറിൽ നിന്നും അവളുടെ പട്ടുപാവാട എടുത്ത് പുറത്തുള്ള ബാത്റൂമിലേക്ക് കുളിമുറിയിലേക്ക് നടന്ന് നീങ്ങുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഗഗനചാരി എന്ന കഥ അങ്ങനെ പര്യവസാനിക്കുമ്പോൾ തന്റെ മറ്റു കഥകളെല്ലാം വേറെ ഒരു ക്രാഫ്റ്റിലാണ് അല്ലെങ്കിൽ വേറെ പല ക്രാഫ്റ്റുകളിലാണ് ഷിബു തിരുവിഴ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും നമുക്ക് ഷിബു തിരുവിഴയുടെ രചനകളിൽ പുതിയ കാലത്തിന്റെ കഥകളുടെ ഭാവത്തെ പരിണാമമോ പുതുക്കലുകളോ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഇഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു പോകുന്ന ഒരു കഥാരീതിയെ അങ്ങനെ അവലംബിച്ചിട്ടുണ്ട് ഷിബു തിരുവിഴ. ഇനിയും നല്ല കഥകൾ ഷിബു തിരുവിഴയുടെ ആയിട്ടുണ്ട്. ആ കഥകളെല്ലാം വായിക്കുവാൻ വേണ്ടി ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി.